Hello welcome back to my YouTube channel. ഇന്നൊരു get together ആണ്. Hi guys. ഇന്ത്യയിലെ USSന് നല്ല മാർക്കോട് കൂടി പാസ്സായ കുട്ടികളാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ലൈക്ക് ലൈസൻസ് ആയോടാ താളം താളം ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, നല്ല ഗെയിം കളിക്കാം. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ഗെറ്റ് ടുഗെദർ ആണ്. അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. അലീന, ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ്. ഞാൻ ഓരോരുത്തരെ പരിചയപ്പെട്ടു. അടുത്ത് വരാം. ഇടയിലൊരാളുടെ ഇതില് ഞങ്ങളെല്ലാവരും 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ്സിലുണ്ടായില്ല. 8ാം ക്ലാസ് തൊട്ട് ഞങ്ങളൊരു ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ഒരുമിച്ച് പഠിച്ച കുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് 3 years കഴിഞ്ഞിട്ടൊരു ഗെറ്റ് ടുഗെദർ വെച്ചതാണ്. കാണിച്ചു തരാട്ടോ എന്തുണ്ടാവാൻ പോണെന്ന്. എന്തെങ്കിലും പറയൂ. സന്തോഷം സന്തോഷം സന്തോഷം. എത്ര വർഷമായി നമ്മൾ കണ്ടിട്ട്? നമ്മളെല്ലാവരും 3 വർഷം ഒക്കെ ആയില്ലേ? 4 ആ സെക്കൻഡ് ഇയർ ശരിയാ. 4 വർഷം മിസ് ചെയ്തതാ അല്ലേ? അത് വിളിച്ചപ്പോഴേക്കും എല്ലാവരും പെട്ടെന്ന് വന്നു. ഞാൻ അവരോട് ചോദിക്കാം എന്താണ് പറയാനുള്ളത്. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എല്ലാവരും ആദ്യം ഒന്നും കൂടി പരിചയപ്പെടേണ്ട അവസ്ഥയാണ്. ഞങ്ങളെല്ലാവരെയും കൊളാബെന്നും പറഞ്ഞ അതിനെ പറ്റിച്ചിരിക്കുന്നു. പ്രായമായി 5 വർഷമായി. 5 വർഷമായോ? നമ്മൾ അവസാനം ശരിക്കും 2025 ഹെറിറ്റേജ് പ്രോജക്റ്റ് അത് ഞാൻ വന്നില്ല. എന്ത് പറയുന്നേ? ഒന്നും പറയാനല്ലേ? ഒന്നും അപ്പൊ നമ്മള് കണ്ടിട്ട് ഏതാണ്ട് 5 വർഷമായി. സ്റ്റോറേജ് ഉണ്ട്. ഞാൻ സേവ് ആക്കി വെച്ചിട്ടുണ്ട്. ആ പ്രശ്നം കൊണ്ടാണ് ഞാൻ നിർത്തിയത്. നിർത്തല്ലേ? പക്ഷേ സ്റ്റോറേജ് ഇല്ല. സത്യമായിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പൊ 5 വർഷത്തിനുള്ള ശേഷം കാണണേ. എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇവളെ ആയാലും ഒക്കെ കണ്ടിട്ട് കുറേ നാളായി. ഞങ്ങളുടെ സാറ് വരും. ഞാൻ നല്ല കൊടുങ്ങല്ലൂര് അയറ്റത്താണ്. ഇവരെന്നൊക്കെ പറഞ്ഞ പിന്നെ ഒരു കണക്ഷൻ ഉണ്ട്. അടുത്തതാണ്. ഞാൻ അയറ്റത്താണ്. പക്ഷെ ഞാൻ
എല്ലാ കുട്ടികളും വേറെ വേറെ സ്ഥലത്താണ്. തൃശ്ശൂരിൽ നിന്നുണ്ട്, കൊടുങ്ങല്ലൂരിൽ നിന്നുണ്ട്, ഞാനക്കുടയിൽ നിന്നുണ്ട്, പല പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ ഞാൻ പറയട്ടെ, എല്ലാവരും പഠിപ്പികളാണ് ഗൈസ്. ഇത് ഫുള്ള് പഠിപ്പി ഗ്യാങ്ങാണ്. അത് മാത്രല്ല വിജിത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ പഠിപ്പിനെ ഞാൻ കാണിച്ചു തരാം. ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പഠിപ്പിയായിരുന്ന കുട്ടി. താങ്കൾക്ക് എന്താ പറയുന്നത്? ഇവരൊക്കെ പഠിപ്പികളാണ് ഗൈസ്. നമ്മുടെ ആതിര ഡാൻസ് ഒക്കെ കളിച്ച് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് വലിയ വൈറലായി. ആതിര ഡാൻസ് കളിക്കുന്നത് വളരെ ഭംഗിയിലാണ്. പക്ഷെ ആതിര ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ആദ്യത്തെ തവണ ടൂറിന് പോയിട്ട് 5 മിനിറ്റ് ഡാൻസ് കളിച്ച് വാള് വെച്ച് തളർന്ന് കിടന്നതാണ്. ബസ്സിൽ നമുക്ക് അലീന അത്രയും വേണ്ട, കുറച്ച് പഠിപ്പിക്കാനാണ് ഗൈസ്. ഇവരൊക്കെ ഏത് കൊല്ല USSന് ഏത് കൊല്ലെന്ന് ഓർമ്മയില്ല. 2017 USSന് നല്ല മാർക്കോട് കൂടി പാസ്സായ കുട്ടികളാണ് ഈ ഇരിക്കുന്നത് എല്ലാം. അപ്പൊ മൊത്തത്തിലൊരു പഠിപ്പി കുട്ടികളാണ്. എടി നീ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും ഒരു സമയം കഴിയുമ്പോ. ഞാനും ആവില്ല. അപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ ആപ്പൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. അപ്പൊ അത് ഞാൻ ശരിയാക്കി തരാം. സ്റ്റോറേജ് എന്റെയും കുറവായിരുന്നു. വ്ലോഗ് ചെയ്യുന്നതിന് വ്ലോഗൊക്കെ നല്ല രസമാണ്. ഡു സബ്സ്ക്രൈബ് ദേവു സ്റ്റുഡിയോല്ലേ. ഡു സബ്സ്ക്രൈബ് ദേവു സ്റ്റുഡിയോ ചാനല്. നല്ല ചാനലാണ്. നല്ല ആസ്തെറ്റിക് വീഡിയോസ് ആണ്. അതെ അല്ല നല്ല ആസ്തെറ്റിക് ആയിട്ടുള്ള നല്ല വൈബുള്ള വീഡിയോസ് കാണാനായിട്ട് നാട്ടിൻപുറത്തെ കാഴ്ചകളും എല്ലാം നാടനായിട്ട് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഓർഡർ ചെയ്യണം കാരണം ഇതൊരു കഫേയാണ്. അപ്പം തിരിച്ചു വരാം, ചാനലിലേക്ക് തിരിച്ചു വരാം. എന്തെങ്കിലും കാണാനില്ല. അയ്യോ ഇങ്ങനെ വെക്കാം. വളരെ സൗന്ദര്യയോടെയാണ് അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നല്ല ക്യാമറ ഇങ്ങനെ പറയില്ല. ഞാൻ നമ്മള് ടീച്ചറിന്റെ ക്യാമ്പിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു, കുറെ കഴിച്ചു. രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു, രാത്രി നല്ല ചിക്കനും ടീച്ചേഴ്സിനൊക്കെ ട്രെയിനിങ് കോഴിക്കോട് പോയി യൂട്യൂബിൽ ബ്ലോഗ് ഇടുമ്പോ കൊളാബ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അത് തീരുമാനിക്കണ്ടേ? എനിക്കത് പ്രോസസ്സായില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. A few moments later. എല്ലാരും കൂടി ഫോട്ടോ എടുക്കാൻ പോവാണ് ഗൈസ്. വാ. ഇതൊക്കെ യൂട്യൂബിൽ അമ്മ ഞാനിപ്പോ ചേട്ടാ ഒരു ആദ്യം ഫോട്ടോ എടുക്കാൻ പോകണ്ടേ? ഈ ചാനൽ നമുക്ക് ഫോട്ടോ എടുത്തരുന്നു. എന്താ ഇതെന്റെ കണ്ടന്റാണ്. ഒരു ഹലോ ഗൈസ് പറയോ?
1, 2, 3. 1, 2, 3 start. ഹലോ ഫ്രൈസും സ്റ്റാർട്ടേഴ്സ് വന്നു. നമുക്ക് സ്റ്റാർട്ടേഴ്സ് വന്നു. ഫ്രൈസ് ഉണ്ട്. നഗറ്റ്സ് കഴിഞ്ഞു. ഞാൻ എടുക്കാൻ മറന്നുപോയി. അവരൊക്കെ കഴിക്കുവാണ്. പിന്നെ അടുത്ത ഫുഡ് വരുമ്പോൾ അടുത്ത ഫുഡ് കാണിച്ചു തരാം. ശ്രീ നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം പറയുന്നതാണ്. എടാ സ്വാഗതം പറയാൻ സമ്മതിക്ക്. ശേഷം നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പഴയ ഓർമ്മകൾ അയവിറക്കാനും അപ്പോൾ എല്ലാവർക്കും നന്ദി പറയട്ടെ. ഞാൻ നീ പോകുമ്പോ നന്ദി പറഞ്ഞാ മതി. ഇപ്പൊ നന്ദി വേണോ? ഇപ്പൊ നന്ദിയല്ലല്ലോ, അവസാനാണ് നന്ദി. റിവ്യൂ പറഞ്ഞ ആരെങ്കിലും ആർക്കാ റിവ്യൂ? ഓക്കെ, അർപ്പിത് എല്ലാവർക്കും വേണ്ടി റിവ്യൂ പറയുന്നതാണ്. എനിക്കറിയില്ല. നഗറ്റ്സ്. ഓ സൂപ്പർ. ഓ നഗറ്റ്സ് സൂപ്പർ. കച്ചേരി ഉളപ്പില്. ഓ ഓക്കെ, പറയൂ. വളരെ വ്യത്യസ്തമായ ഒരു റിവ്യൂ ആയിരുന്നു അത്. അടുത്തത് റിവ്യൂ എന്താണ് പറയാനുള്ളത്? നല്ല ഫുഡ്. മഴയുണ്ട് ഗൈസ്, എന്താ വൈബ്. തരാൻ അത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ആ ചേട്ടൻ്റെ അടുത്ത് പറയണ്ടേ? ഇനി ആതിര പറയും. നിന്നോട് ഡാൻസ് കളിക്കാനല്ലേ പറഞ്ഞേ, റിവ്യൂ പറയാനാ പറഞ്ഞേ. എല്ലാരും കണ്ടതില് നല്ല സന്തോഷമുണ്ട്. ഭയങ്കര ആർട്ടിഫിഷ്യല്. ഇത് ആർട്ടിഫിഷ്യലാണ്. നീ മര്യാദക്ക് മൈൻഡ് എന്ന് പറ. എല്ലാരും കണ്ടതില് ഭയങ്കര സന്തോഷമുണ്ട്. നല്ല ഫുഡാണ്, നല്ല മഴയുണ്ട്, നല്ല വൈബുണ്ട്. എല്ലാം നല്ലത്, നീ മാത്രമല്ല മോശം. എന്റെ ഫോണിൽ നിന്ന് അല്ല കയ്യിൽ നിന്ന് പോകുമ്പോ അങ്ങനെ സമയമായി. എടാ നീ മര്യാദക്കല്ല എടുത്ത വീഡിയോ. ഇതാ ലീനയുടെ അമ്മയാണ് ഗായ്സ്. അമ്മയും മോളും പിസ്സ വന്നു. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പിസ്സ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കറിയില്ല. പിന്നെ എങ്ങനെയൊന്നും അറിയില്ല. അപ്പം എങ്ങനെയുണ്ട് പിസ്സ? നല്ല പിസ്സ ആണോ? കഴിക്കട്ടെ. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അമ്മയ്ക്ക് പേടിയാണ്. എനിക്കിന്ന് പോണം. സമയത്തിന് നമുക്കിന്ന് പോണം. നിങ്ങളൊപ്പം കൂടിയപ്പോ ഞാൻ ചെറിയ തള്ളൊന്നല്ല, ഞാൻ അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നു. നിങ്ങൾ സന്തോഷം. 5 വർഷത്തിന് ശേഷം കാണുന്നു. നല്ല സന്തോഷം. അപ്പൊ 6 വർഷം ലാസ്റ്റ് ഞാനുണ്ടായില്ലേ മുസ്ലിംസ്. പക്ഷെ ഇവര് പറയുന്നത് ഒരു ക്യാമ്പിന് പോയി. എനിക്ക് ആ ക്യാമ്പിന് പോയത് ഓർമ്മ വരുന്നില്ല. നിനക്ക് ഓർമ്മയുണ്ടാ? ഇനിയിപ്പോ നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ വന്നു.
പിണങ്ങല്ലേടാ ഞാൻ വരാടി അതിനൊക്കെ ഞാനേ പറ്റുള്ളൂ നിൽക്കുന്നത് ഇവരൊന്നും വരാൻ പോണില്ല അതിന് ഭയങ്കര കാശ് വാങ്ങിക്കാനായിട്ട് ചീട്ടാണെങ്കിൽ മറ്റേ 20 രൂപയ്ക്ക് പരിപാടി പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ ടേസ്റ്റുണ്ട് നല്ല ടേസ്റ്റുണ്ട് രസമില്ല ഇത് കുടിച്ച് നോക്ക് പാഷൻ ഫ്രൂട്ട് എക്സ്പ്രഷൻ എടുക്കണായിരുന്നു ചിരിപ്പും താളം നടപ്പ് താളം നടക്കടിച്ചാലും താളം ോളതവതാളം തട്ടും തട്ടും താളം പൊട്ടും പൊട്ടും വേണം നോക്കി നിന്നറിയും ഇവിടെ 10 മിനിറ്റിൽ പോകും വീഡിയോ എടുക്കാനായിട്ട് എന്റെ വീട്ടിലുള്ള ആരെയും എനിക്ക് കിട്ടാൻ പോണില്ല ഇവിടെ പോയിട്ട് നമുക്ക് ഗെയിം കളിക്കാം ഞാൻ പറഞ്ഞത് നമ്മുടെ അലീനക്ക് പോവാൻ സമയമായി അപ്പൊ എല്ലാവർക്കും വേണ്ടി അലീന നന്ദി പറയാൻ പോവാണ് അലീന നന്ദി പറയാണ് സന്തോഷം എല്ലാവരും കണ്ടപ്പോ എല്ലാവർക്കും ഒരു മാറ്റമൊന്നുമില്ല കുറെ നാളത്തെ എല്ലാവരും കണ്ടപ്പോ സന്തോഷമായി പിന്നെ എനിക്ക് ഇന്ന് പോകേണ്ട ദിവസമാണ് എന്നിട്ട് ഞാൻ വന്നാൽ നിങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ ഓർക്കുക നന്ദിയുണ്ട് അലീന നന്ദിയുണ്ട് ഓ ദൈവമേ നന്ദി പറയേ കട പൊളിക്കരുത് ടാറ്റ ഓ അങ്ങനെ അലീന പോയി ഗൈസ് ഞാൻ അവിടെ നിന്ന് ഞാനായിരുന്നു ഈ സെമസ്റ്റർ എങ്ങനെയാണ് വെക്കാണ്ടിരിക്കാൻ എന്ത് തോന്നുന്നു ആതിരക്ക് നല്ല സന്തോഷം എത്ര വർഷം കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞിട്ടാണ് എല്ലാരും കാണുന്നത് 6 അലീന പറഞ്ഞപ്പോഴാണ് 6 ആയത് കാരണം നമ്മള് 9ാം ക്ലാസ്സിലല്ലേ പക്ഷേ 2020 നമ്മള് 2020 എല്ലാരും ഉണ്ടായില്ല ഞാൻ 2020 വെച്ചിട്ടാണ് നമ്മുടെ അവസാന ക്ലാസ് ഉണ്ടായിരുന്നത്. 2020 മാർച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ലോക്ക്ഡൌൺ വന്നത്. 9ാം ക്ലാസ്സിൽ നിൽക്കുമ്പോൾ ഓക്കെ അപ്പൊ 5 വർഷം 9 കഴിഞ്ഞിട്ട് പിന്നെ 10ാം ക്ലാസ്സിൽ കൊറോണ വന്ന് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു 5 കൊല്ലം സെക്കൻഡ് ഇയർ കഴിഞ്ഞു എന്റെ സെക്കൻഡ് ഇയർ കഴിഞ്ഞു അല്ല ഞാൻ സെക്കൻഡ് ഇയർ ആവുമ്പോൾ ഇനിയും പഠിക്കും വീട്ടൊക്കെ എടുത്ത് പോയി പഠിക്കാം പൈസ ഉണ്ടാക്കാം അല്ല ജോലി എടുക്കാം പൈസ ഉണ്ടാക്കാം ഗിഫ്റ്റ് ചിൽഡ്രന് വന്നപ്പോൾ ഉണ്ടായ അംബിഷൻ ആയിരുന്നു നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത്. അതെ 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 ഞാനും എനിക്കുണ്ടല്ലോ എനിക്ക് എൻ്റെ ഒരു വിചാരം ഉണ്ടല്ലോ എൻട്രൻസിന് പോകുമ്പോൾ ഈ നീറ്റിനൊക്കെ അല്ല എല്ലാവരും എൻട്രൻസ് പഠിക്കാം അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ എന്തായാലും മെഡിക്കലിന് പോകില്ല പിന്നെ എന്തിനാ ഞാൻ ഈ ഗിഫ്റ്റ് ചിൽഡ്രന് പോകണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോഴേ മനസ്സിലായത് നീറ്റിന് മാത്രമല്ല എല്ലാത്തിനും ഉണ്ട് എൻട്രൻസ്. അതുകൊണ്ട് എനിക്ക് CUTക്ക് ഭയങ്കര ഒരു ഉപകാരമായി. CUT എഴുതാനായിട്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പ്. സോറി ആഴ്ചയിൽ നമ്മുടെയൊക്കെ ഫോട്ടോ എടുക്കാണ് ഗായ്സ് നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല. അതിന്റെ മുഖത്ത് ക്യാമറ ഇരുന്നടാ. ശരി കളിക്കാണ് ഗായ്സ്. ഏതാ ലെറ്റർ? നീ അല്ലേ നീ ആക്കാൻ പറ്റില്ലേ? നീ മധു പകരൂ മലർ ചൊരിയൂ അനുരാഗ പൗർണമിയെ നീ മായല്ലേ മറയല്ലേ നീ
മുന്നും ഭയം കൊണ്ടു വാനം പാടിതൻ തൂവലുണ്ടോ അന്തശ്ശേരി കളിക്കണം പാട്ടുപാടി മഴ പെയ്ച്ചു പാട്ടുപാടി മഴ പെയ്ച്ചു വാഴത്തോപ്പിൽ ഒന്നു അതിലേറെ മോഹിതനായി ചന്ദ്രനോ പല നാളായി താഴെയിറങ്ങ ഒരു തിടുക്കം തുഞ്ചത്തായു ഞാനിടാം തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാനിടാം ആകാശ പൊന്നാനിഴകളിലാഴത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാനിഴകളിലാഴത്തിൽ തൊട്ടേ വരാം കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ ലഗൻ കൊയ്ത്ത് കഴിഞ്ഞ് അത്തക്കിളി പോകും നേരം മഞ്ഞളിൻ തൂവൽ കൊണ്ട് നെയ്യുന്ന പുല്ലാനിക്കാറ്റ് കണ്ണിമാങ്ങ പറിച്ചു നടത്താം അതിൽ പാദസരങ്ങൾ കിരുക്കാം കുഞ്ഞി മഞ്ചാടി കുഞ്ഞിലേറാം നിങ്ങളുടെ പാട്ടത് വേണ്ട വേണ്ട അത്ര പോലെ ഞാൻ പോട്ടെ കണ്ട ക്രിഞ്ച് പാട്ടൊക്കെ പാടി വിജിത്തെ ആർക്കൊക്കെ പടാവണം എൻ്റെ കയ്യിലായതുകൊണ്ട് മര്യാദയ്ക്ക് പാട്ട് ഇവിടെ നിർത്തിക്കോ പുറത്തേക്ക് ഇറങ്ങിക്ക് കനലുകളാടിയ ആ പാട്ട് വേണ്ട അയ്യോ തേജശ്രീക്ക് ലൈൻ കിട്ടുന്നില്ല ആരെങ്കിലും എടുത്ത് കൊടുക്ക് വെള്ളിയെ 500 ഞാൻ കുത്തിച്ചത്തോട്ട് मुझको इतना बता മലയാളം പാട് നിനക്കൊക്കെ കണക്കാ നിന്റെ ചെറുപ്പത്തിലുണ്ടായ പാട്ടല്ലേ കയ്യിലാ
കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നേ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ വിളക്കുകൾ തെളിഞ്ഞൊരി മാനം നിന്റെ മുഖം കണ്ടു തുളിക്കും ഇലാകരിക്കുവാനിറങ്ങി എന്നുള്ളം ഇനി എന്നും കൈയടിച്ച് പാസ്സായി. അത് റെഫറി ചതിച്ചു. അമ്പിളിച്ചന്തം ഏനുണ്ടോടി താമര ഏനുണ്ടോടി പാലിൽ ചന്തം ഏനുണ്ടോടി താമരച്ചന്തം കമ്മലിട്ടോ പൊട്ടോ ഇനിതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ. അങ്ങനെ നമ്മുടെ ഗെറ്റ് ടുഗദർ അവസാനിച്ചിരിക്കുകയാണ് എല്ലാരും. അതെ ജീവിതത്തോടുകൂടി അവസാനിക്കും. എടാ അങ്ങനെ ഒന്നും പറയല്ലടാ, നല്ലത് പറയണ്ടേ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും മാന്യ മഹാജനങ്ങളെ ലൈക്ക് ചെയ്യൂ. മാന്യ മഹാജനങ്ങളെ, ആതിരയുടെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കുഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, ആതിര വളരെ ടാലന്റ് ഉള്ള ഒരു കുട്ടിയാണ്. ആതിരയുടെ വ്ളോഗിംഗ് ഒക്കെ കണ്ട് ഞാൻ കണ്ണ് തള്ളി പോയിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇതൊക്കെ വരുമ്പോ നിങ്ങൾ കാണാനൊന്നും നിൽക്കണ്ട, ലൈക്ക് അടിച്ച് വിട്ടേക്ക്. ലൈക്ക് ചെയ്യൂ, ലൈക്ക് ചെയ്ത് തട്ടിവിട്. ലൈക്ക് ഷെയർ ഫോളോ സബ്സ്ക്രൈബ്. യൂട്യൂബിലാണോ? എന്നാ സബ്സ്ക്രൈബ് അടിച്ച് ബെല്ലടിച്ച് ബെല്ലൈക്കൺ അടിച്ചേക്ക്. നിങ്ങൾ കാണണമെന്നൊന്നില്ല, ലൈക്ക് അടിച്ച് വിട്ടാൽ ഇവൾക്ക് വലിയ റവന്യൂ ഒന്നും കിട്ടുന്നില്ല. ഞങ്ങളൊക്കെ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. വ്ളോഗിങ്ങിന് വല്ലതും പറയാനുണ്ടോ? ലൈക്ക് ചെയ്യും. അതെ, എല്ലാവരും ആതിരയുടെ ബ്ലോഗ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂട്യൂബ് ചാനൽ അതിന്റെ യൂട്യൂബ് ചാനൽ ചത്തി കിടക്കുവാണ്, അതുകൊണ്ട് ഞങ്ങളൊക്കെ പോവാണ്. എനിക്കാ കൈ എഴുതാൻ അവിടെ. എങ്ങനെയുണ്ടായി ഇന്നത്തെ മീറ്റപ്പ്? എങ്ങനെയുണ്ടായി? താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യൂ, പറയടാ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മീറ്റപ്പ്? ഓക്കെ, അങ്ങനെ വർക്ക് ചെയ്യൂ. പിന്നെ ബെല്ലൈക്കൺ ഇതൊന്നുകൂടി പറയണം. ബെല്ലൈക്കൺ എല്ലാവരും ക്ലിക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇവിടെ മിറർ ഉണ്ട് ഗൈസ്. അതെ അതെ, എല്ലാവർക്കും സ്നേഹം. സബ്സ്ക്രൈബ് ചെയ്യണവർക്ക് എക്സ്ട്രാ സ്നേഹം. ഞെട്ടും. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഷോക്കായിരുന്നോ? ഓക്കെ, എവിടെയാ? കൊടുങ്ങല്ലൂർ. നമ്മളെ ഇറങ്ങാൻ. ഓ, ഡെഡിക്കേഷൻ. പോവാ, ടാറ്റ. സേഫായിട്ട് പോകും. കാണാം. ഓ, എൻ്റെ വീട് ഇവിടെ അടുത്തല്ല, ഞാൻ എങ്ങനെയും പോവും. എൻ്റെ വീട് ഇവിടെ അടുത്താ. അവളുടെ വീട് ഇടക്കളത്തല്ലേ? ഇടത്ത് ശരി. വളപ്പിലെ കഫേ. ബാഗാ? നീയും വണ്ടിയില ഒരുമിച്ച? നിനക്കൊക്കെ ലൈസൻസ് ആയോടാ? ശരി, ഞാൻ സംഭവിച്ചു. പ്രായപൂർത്തിയായിരുന്നു. സേഫായിട്ട് പോ. എല്ലാവരും കോട്ടയ്ക്ക് കൊണ്ടല്ലോ വന്നിക്കണേ.
നീയല്ലേ പറഞ്ഞ മഴയത്തേക്ക് ഇറങ്ങി നിൽക്കാൻ? നമ്മളാണ് പറഞ്ഞ എൻ്റെ അടുത്ത് മഴയത്തേക്ക് ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാൻ. ടാറ്റ ടാറ്റ ടാറ്റ, സേഫ് ആയിട്ട് പോ. ബൈ. അപ്പൊ ഞാൻ അവൻ്റെ കൂടെ ബൈക്കിൽ പോകുന്ന വിചാരിച്ചു. ആ ഓ മഴയാണ്, എൻ്റെ കയ്യിൽ കൊടയില്ല. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അയ്യോ സ്റ്റോപ്പ് റെക്കോർഡിങ് ഇല്ല. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ ബെൽ ഐക്കൺ കൂടി ബൈ.